ഇന്നത്തെ നമ്മളെ കച്ചവടം സ്റ്റാർട്ട് ചെയ്യണേ ഡൽഹി എയർപോർട്ടിൽ നിന്നാട്ടോ. നമുക്ക് മസ്കറ്റിൽ നിന്ന് ഒരു കസ്റ്റമർ ഉണ്ട്, മൂപ്പരെ കൂട്ടാൻ വന്ന പൊലിച്ച 5 മണി അല്ലേ 4:30. അപ്പോൾ ഇന്ന് മൂപ്പർക്ക് വണ്ടി കാണിച്ചു കൊടുക്കണം, ഡെലിവറി ചെയ്യണം. മൂപ്പര് ടോക്കൺ ചെയ്താട്ടോ വണ്ടി. വലൈക്കും സലാം. അങ്ങനെ ആളെ കച്ച കിട്ടിയാണ്. അങ്ങനെ നമ്മളെ റൂമിൽ കൊണ്ടുപോകണം. മൂപ്പര റൂമിൽ കൊണ്ടുപോയാണ്ട് ലഗേജ് ആടെ വെക്കണം. ആടുന്ന് പിന്നെ വണ്ടി കാണാൻ പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയിട്ട് ഞങ്ങൾ വണ്ടി കാണാൻ ഇറങ്ങാം കേട്ടോ. അപ്പം ഈ വീഡിയോ എന്ത് ചെയ്യാറ്, ഞങ്ങൾ ഫുള്ള് കാണുക, ഫുള്ള് നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ഇതിൽ ഫുള്ള്. ഒരു വണ്ടി എടുക്കാൻ പോണത് എങ്ങനെയാണ്, ഒരു വണ്ടി എടുത്തുകൊടുക്കൽ എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ നേരം വെളുത്ത് ഓരോ കാലിച്ചായ പിടിച്ചാൽ ഇറങ്ങിയാണ്. ഇവിടുന്ന് ഇനി ഒരു 10-60 കിലോമീറ്റർ പാടെ നമുക്ക് വണ്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാണ്ട്. ഓണറെ പുരതാ അസീസ്കതാ വണ്ടി ഇവിടെ നോക്കിയോണ്ടിരിക്കുന്നു. അസീസ്ക്ക് ഇപ്പോഴാ വണ്ടി കാണുന്നത്. ഗൾഫിൽ നിന്ന് നേരെ വന്ന് ഇപ്പോഴാ വണ്ടി കാണുന്നത്. വണ്ടി കാണാതെ അഡ്വാൻസ് ചെയ്താ. വണ്ടി പർച്ചേസ് ചെയ്തപ്പോൾ ഫുള്ള് പൊടി, വണ്ടി വാഷ് ചെയ്യും. ഇനി എന്താ പരിപാടി വെച്ചാൽ, ഇനി വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇനി നേരെ RTO പോയി NOCക്കുള്ള പരിപാടി നോക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. NOC എടുക്കുമ്പോൾ ഫോർച്യൂണറിൻ്റെ ചേസ് പ്രിൻ്റ് എടുക്കണം. ചേസ് പ്രിൻ്റ് ഇവിടെ വരുന്നത്. NOCക്കുള്ള പേപ്പർ നമ്മൾ കൊടുത്ത് വണ്ടി എടുത്തപ്പോൾ തന്നെ കണ്ടോ, പേപ്പർ കംപ്ലീറ്റ് കൊടുത്തിട്ട് വണ്ടിൻ്റെ പേപ്പർ കംപ്ലീറ്റ് കൊടുത്തു. NOC ഇങ്ങനെ കട്ട് ചെയ്യും. ഓണർ ഒപ്പിട്ടുകൊണ്ട് നിൽക്കുക, ഓരോ ഇതിലും ഓണർ ഒപ്പിട്ടുകൊണ്ട് നിൽക്കുക. അങ്ങനെ വണ്ടിയുടെ NOC ഭാഗങ്ങൾ ഏകദേശം 90% ക്ലിയർ ആക്കിയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോരുന്നത് കേട്ടോ. അങ്ങനെ RTO പരമായിട്ടുള്ള പേപ്പറുകൾ നമ്മൾ ക്ലിയർ ആക്കി. ഇനി ഓണറെ പുറകെ പോകണം. അവിടുന്ന് കുറച്ച് നമുക്ക് ഡോക്യുമെൻസും പാടെ ക്ലിയർ ചെയ്യാണ്ട് ആ ഡോക്യുമെൻസും പാടെ വാങ്ങിയിട്ട് വേണം ഡൽഹിക്ക് തിരിക്കാൻ കേട്ടോ. അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ട് വാഹനം വേണോ കോൺടാക്ട് ചെയ്തോണ്ടിട്ടോ. അങ്ങനെ വണ്ടി പർച്ചേസ് ചെയ്ത് പോകുന്നത്, പേപ്പർ ഭാഗങ്ങൾ ക്ലിയർ ആക്കി, എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആക്കിയാണ് ഞങ്ങൾ റൺ ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓണർ ഇതുവരെ വാഹനം ഡ്രൈവ് ചെയ്തിട്ടില്ല. ഞാനും അഫ്സലിക്ക് മാത്രമേ ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ട് നിങ്ങളൊക്കെ എല്ലാം പാടെ കാണിച്ചാണ്ട് ചടപ്പിക്കണ്ടല്ലോ എഴുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് കാര്യപ്പെട്ട കണ്ടന്റുകൾ മാത്രം കാണിച്ചാൽ മതിയല്ലോ. വണ്ടി ഇരിക്കും അസീസ്ക്ക് എപ്പോഴാട്ടോ വണ്ടി എടുക്കണേ. രാവിലെ പൊലിച്ചൊക്കെ ഇറങ്ങി. ഇപ്പോൾ ഏകദേശം 12-1 മണിയായിട്ടോ. വണ്ടി നമ്മളെ തട്ടകത്തിലെത്തിച്ച് ഇനി ഇവിടുന്ന് നേരെ നമ്മൾ ബാംഗ്ലൂർക്ക് ഈ വണ്ടി കയറ്റാനുള്ളൂ. ഇതിൻ്റെ ഓണറോട് ചോദിച്ചു നോക്കാം നമ്മൾ വണ്ടി എടുത്ത എക്സ്പീരിയൻസ്. നമ്മളെ ഇന്നിപ്പോൾ എൻ്റെ അഭിപ്രായം 2 ദിവസം നമ്മളൊപ്പം ഉണ്ടായിനി. അപ്പോൾ മൂപ്പരോട് നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം. നമ്മളൊരു ഫ്രണ്ട്സാളെ മാതിരി കേട്ടോ, ഓരോ ഏരിയയിൽ പോയി വണ്ടി നോക്കിയതും പിടിച്ചതൊക്കെ. അപ്പോൾ നമുക്ക് മൂപ്പരോട് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. നമ്മൾ റൂമിലെത്തിട്ടോ, രാവിലെ ഇറങ്ങി. ഇപ്പോൾ ഇന്ന് രാത്രി വീണ്ടും നമ്മൾ റൂമിലെത്തി. അപ്പോൾ നമുക്ക് വണ്ടിൻ്റെ ഓണറോട് നമുക്ക് ചെറിയൊരു അഭിപ്രായം ചോദിച്ചു നോക്കാം. രാത്രി 1 മണിക്കാട്ടോ. അസീസ്ക, എന്താ നിങ്ങൾക്ക് നമ്മളെ കുറിച്ച് എന്താ പറയാല്ലേ? നമ്മളെ ടോക്കിയോ കാർസിന്റെ ഡീലിങ്ങിനെ കുറിച്ച് എന്താ പറയാല്ലേ? രാത്രിയാ നമ്മളെ ഫോളോവേഴ്സിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താണ്. ഞാൻ എത്ര പറഞ്ഞാലും അത് മതി വരില്ല. അപ്പോൾ എന്ന് വെച്ചാല് ഞാനിവിടെ എത്തിയത് മിഞ്ഞാന്ന് വന്ന അന്ന് മുതൽക്ക് നിങ്ങളുടെ ആ ഒരു സഹകരണം, മാഷാ അല്ലാഹ്, റൂമൊക്കെ കണ്ട അടിപൊളി റൂം. അതുപോലെ ഇന്ന് രാവിലെ വണ്ടി പേരിലാക്കാൻ പോയി, എല്ലാം വളരെ പെട്ടെന്ന് വളരെ ക്ലിയറായി, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് 10-200-250 കിലോമീറ്റർ പോയി എല്ലാം വളരെ പെട്ടെന്ന് ശരിയാക്കി തന്നു. ഞാൻ വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഇങ്ങനെ. വണ്ടി കാണാതെ അഡ്വാൻസ് കൊടുത്ത് എന്തായാലും ഞാൻ എല്ലാ റീൽസും കാണാറുണ്ട്. അതുകൊണ്ടാണ് ടോക്കൺ ഇട്ട് കൊടുത്ത് ഇവിടെ വന്ന് എല്ലാം വളരെ പെട്ടെന്നായില്ലേ. ഞങ്ങൾക്ക് നാളെ തിരിച്ചു പോവാണ്. ഇനിയിപ്പോ നമുക്ക് വരാനുള്ള കസ്റ്റമറോട് നിങ്ങൾക്ക് എന്താ അറിയാം, നിങ്ങൾക്ക് ഒരാളെ സജസ്റ്റ് ചെയ്തുകൂടെ നമ്മളെ? പിന്നെ ഇത് റീൽസിന് ഇത് അപ്ലോഡ് ചെയ്താലും ഇത് കാണുന്ന ആൾക്കാർ എന്തായാലും കാണുന്നവര് വിശ്വസിച്ച് വരാം ധൈര്യത്തില്. പിന്നെ 100% ധൈര്യത്തില്. ഇനിയിപ്പോ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല, എല്ലാവരും ഏറ്റോളും. നമ്മള് വരണമെന്നില്ല. നമ്മളെ ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളി ഒന്നിനൊരു പുറത്തേക്ക് വരുത്തിയിട്ടില്ല. അപ്പൊ ആയിക്കോട്ടെ, ഞങ്ങള് ഈ വീഡിയോ ക്ലോസ് ചെയ്യാണ്. കിടിലം വണ്ടികൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് രാത്രി 1 മണിക്കാട്ടോ. ഞങ്ങൾ പൊലിച്ചൊക്കെ ഇറങ്ങി രാത്രി 1 മണിക്ക് രാത്രി വണ്ടിയോടെ കൊണ്ടുപോയിക്കണവരെ ഞങ്ങളിപ്പം ഈ ചെറിയൊരു സമയമുള്ളൂ ഉറങ്ങാൻ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. കാത്തിരുന്നോളി. അടുത്തൊരു വാഹന വിശേഷമായിട്ട്, ഡൽഹി വിശേഷമായിട്ട് നമുക്ക് വീണ്ടും വരാം.